ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞായറാഴ്ച മാത്രമേ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. ബാക്കി ദിവസങ്ങളിലൊക്കെ അവർ പണിക്ക് പോയി. അങ്ങനെ ഞാനൊരു ഞായറാഴ്ച ദിവസം നോക്കി വന്നതാണ് കേട്ടോ. അങ്ങനെ അമ്മ രാവിലെ തന്നെ കലാപരിപാടിയിലാണേ. ഞാനും മക്കളും വന്നാൽ പിന്നെ അമ്മയ്ക്ക് റെസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അമ്മ ഓരോരോ പണികളിലാവും. ഇന്ന് ഞങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അമ്മേൻ്റെ ഉപ്പുമാവ് കഴിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മേനോട് ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് കേട്ടോ പറഞ്ഞത്. റവയുടെ ഉപ്പുമാവാണ്. അങ്ങനെ ഞങ്ങൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചിട്ടോ. അങ്ങനെ ചായ കുടിച്ച് അച്ഛൻ പീടികയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കണ്ണമ്മോ അമ്മച്ചൻ്റെ കൂടെ പീടികയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ അവനെ കൊണ്ടുപോകാറില്ല കേട്ടോ. അവനായിട്ട് അച്ഛന് സൈക്കിളിലൊന്നും പോകാൻ പറ്റില്ല, അതുകൊണ്ട് അവനെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവന് ഓരോന്നും പറഞ്ഞത് അമ്മച്ചൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണേ. പിന്നെ ഞാനും അമ്മ വെയിൽ വരുന്നത് കണ്ടിട്ട് അമ്മ ചകിരി ഒക്കെ പുറത്ത് വിരിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്തൊക്കെ നിന്ന് നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെന്താ, അങ്ങനെ അമ്മ ഞായറാഴ്ച സാധാരണ അമ്മയ്ക്ക് ഒത്തിരി പണി ഉണ്ടാവാറുണ്ട്. കാരണം ഒരു ദിവസം മാത്രമല്ലേ വീട്ടിലുണ്ടാവാറുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ വന്നതുകൊണ്ട് ഡബിൾ പണിയായിട്ടുണ്ട് അമ്മയ്ക്ക്. അങ്ങനെ ഞങ്ങളിതങ്ങനെ ഓരോന്നും പറഞ്ഞങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കണ്ണമോനും കുഞ്ഞും ഉറങ്ങുകയാണേ. അങ്ങനെ അച്ഛൻ പീടികയിലൊക്കെ പോയി സാധനമൊക്കെ വാങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛനോട് കുഴലപ്പവും കടലയൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ണമോന് വേണ്ടിയിട്ടാണേ. കണ്ണമോൻ ഒത്തിരി ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കയ്യിൽ എപ്പോഴും വേണം കേട്ടോ. അങ്ങനെ അച്ഛൻ കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ ഞങ്ങളങ്ങനെ ഓരോന്നാക്കിയിട്ട് എടുത്തിട്ട് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിത് അച്ഛനോട് മുരിങ്ങേൻ്റെ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അച്ഛൻ മുരിങ്ങേൻ്റെ എവിടുന്നോ ഒന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അതൊക്കെ നന്നാക്കി അമ്മ അത് തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ വരുമ്പോൾ ഉണക്ക ചെമ്മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അമ്മ കഴുകി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുകയാണേ. അങ്ങനെ ഞങ്ങളിതാ ചോറിനാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അമ്മ മുരിങ്ങേൻ്റെ കറിയും മുരിങ്ങേൻ്റെ തോരനും ചെമ്മീൻ, ഉണക്കച്ചെമ്മീൻ, ചമ്മന്തിയും പപ്പടവും പിന്നെ കൂടെ മോരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളതൊക്കെ കൂട്ടി ചോറുണ്ണാണേ. പിന്നെന്താ, കുറേ നാളായിട്ടോ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അമ്മയുടെ വകയൊരു തലയിൽ എണ്ണയൊക്കെ ഇട്ടൊരു മസാജൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഞാനിത് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് കേട്ടോ. ഒരു ദിവസത്തേക്കാണ് ഞാൻ വന്നത്. അങ്ങനെ ഞാൻ റെഡി ആവാണ് കേട്ടോ. അങ്ങനെ റെഡിയായി ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പകുതി വരെ അച്ഛനും അമ്മയും ഉണ്ടാവേ, പിന്നെ ഏട്ടൻ കൂട്ടാൻ വേണ്ടിയിട്ട് വരും.